കള്ളി കണ്ടു പറ്റില്ല. എന്റെ ഒരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ എന്റെ എന്നൊരു സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയല്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ എന്റെ സത്യമാണ് ഞാൻ പറയണം. അപ്പൊ ഈ ഫിറോസ് വിളിക്കും വീഡിയോ കോളില് വിളിക്കുമ്പോ. അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ കുട്ടി ഉറങ്ങണായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവന്റെ ക്യാരക്ടർ. സജന ഫിറോസ് യൂണിവേഴ്സ് ഇത് പോയി എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു ഇന്റർവ്യൂ മറുനാടനിൽ വന്നതില് സജന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇന്ന് ഫിറോസ് ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. അവര് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ സജന എന്ന് പറയുന്നത് ഒരു പെരും കള്ളിയാണെന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഒരു ഒളിപ്പില്ലാതെ മീഡിയാസിന്റെ മുന്നിൽ വന്നിരുന്ന് അഭിനയിക്കുക. കൊള്ളാം കളി. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളി കണ്ടു പറ്റില്ല. എന്റെ ഒരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ എന്റെ എന്നൊരു സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയല്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. ഒരിക്കലും അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജനാണ് ഇവള് പറയുന്നുണ്ട്. എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകുന്ന അവളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുറ്റി ഒരു കോഴിയാണ് എന്നുള്ളത് പുറത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കോഴിത്തരം കാണിച്ചത് അടുത്താണ് സജനയുടെ അടുത്ത്. സജന അതിന് മൂക്കും കുത്തി വീഴുകയും ചെയ്തു. അതിന്റെ പിറകെ ഇന്ന് ഇവിടെ പ്രഗ്നൻസി വരെ കാര്യങ്ങൾ എത്തി. അതിന്റെ പിറകെ 3 കോടിയുടെ ബ്ലാക്ക് മെയില്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ഡയലോഗ് വേറെ സജനയുടെ. ആദ്യം കാണുന്നത് ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. കേട്ടല്ലോ, റസൂൽ പൂക്കുറ്റിയുടെ സ്വഭാവമാണ് ഈ വ്യക്തി ഇപ്പൊ പറഞ്ഞത്. എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ സജനയ്ക്കും മെസ്സേജ് അയച്ച് സജന അതിൽ മൂക്കും കുത്തി വീണു. സജന അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അയാൾക്കൊരു ഭാര്യയും മക്കളൊക്കെ ഉള്ളതാ. എന്നിട്ട് അയാൾ ഇമാതിരി പണിക്ക് എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും നടക്കുന്നത്. അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചത്. അയച്ചപ്പോ അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ സ്വല്പം മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്ത് മെസ്സേജ്? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും കൂടി ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവര് തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാള് ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ചു. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ ഈ കാലം നീട്ടി വെച്ചോണ്ടിരിക്കുന്ന സജന വീഴാൻ വേണ്ടിയിട്ട് ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ രോഗത്തിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് ആരും എടുത്ത് പറയണ്ട. കാരണം ഫിറോസ് തന്നെ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ലിസ്റ്റ് പുറത്ത് വിട്ടതുകൊണ്ട് കുഴപ്പമില്ല. ആ രോഗമേ എല്ലാവർക്കും മനസ്സിലായതാ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിന്റെ പ്രൂഫ് എല്ലാം സ്വൽപ്പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്ക് ലക്ഷ്മിക്കൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും.
അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോ, അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന്റെ റസൂൽ പൂക്കുട്ടി ഉറങ്ങണായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന് ടോക്ക് മാറി. എന്താണ് വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ എല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി, ആ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയോട് സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. എന്റെ ഒരു സാധനം ഇവള് പറയുന്നല്ലോ വീഡിയോയില്, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. റസൂൽ പൂക്കുട്ടീനെ ഉറക്കിയിട്ട് ഫിറോസ് ഖാനെ വിളിക്കുക. എന്നിട്ട് ഫിറോസ് ഖാന്റെ അടുത്ത് കുഞ്ഞു കുഴഞ്ഞ് ഇക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോൺ വെക്കുക. എന്നിട്ട് റസൂൽ പൂക്കുട്ടീനെ വിളിക്കുക. കൊള്ളാലോ കളി. ഈ പോകാണെങ്കിൽ ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ ലിസ്റ്റ് ഇതുപോലെ കിട്ടും അല്ല? ഇപ്പൊ അല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ദയവ് ചെയ്ത് ഇനി ഇതിനെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നാറും, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സാധനം സജനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലിക്കല്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ എന്തെങ്കിലും. സത്യമാണ് ഞാൻ പറയണം, ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷൻ ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കേറ്റിയിട്ട് സ്റ്റേജിൽ കയറിയ സജന സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. സാധനം കണ്ടിട്ടേ ഇല്ല, പക്ഷെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ സാധനം സിഗരറ്റ്. ഇനി എന്തേലും ഉണ്ടോ ബാക്കി? അല്ല, ഇത്രയും വാരി വലിച്ചു കയറ്റുന്ന ആളാണ്, ഞാനൊന്നും അറിയത്തില്ല, എനിക്കിതൊന്നും ശീലമില്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂല് വന്നിരുന്ന് കരഞ്ഞു മെഴുകിയത്. ഉളുപ്പുണ്ടോ തള്ളെ കുറച്ചെങ്കിലും? ഇതൊക്കെ ഉള്ള കാര്യമാണെങ്കിൽ ഫിറോസ് ഖാന്റെ അടുത്തൊന്ന് ചാടാനുള്ള കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്റെ കൂടെ ഇങ്ങേരുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ കാലമാടം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതായിരിക്കും. സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ അതങ്ങ് എടുക്കും. മോഷണം പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണോ ഉണ്ടോ സച്ചിന് നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാല് ഇവള് പറയുന്നത് രേണുസുധിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുധിയൊക്കെ പോയിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ട് ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിനൊന്ന് വലിച്ചെഴുതാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, മോഷണം. അതായത് എന്തേലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് എടുത്തോണ്ട് പോവുക, അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. കഷ്ടപ്പെടാ ഇവളുടെ ഒക്കെ കാര്യം. എന്നിട്ടാണ് ഇരുന്ന് മെഴുകുന്നത്. ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നാറിക്കൊണ്ടിരിക്കുകയാണ് സജന. എന്നിട്ട് മെഴുകാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. എങ്ങനെ പറ്റുന്നടേ? വന്ന് ഇരുന്ന് കരഞ്ഞു മെഴുകി അങ്ങ് വെളുപ്പിക്കാനുള്ള ശ്രമമാ. ഇന്നലത്തെ ആ ഇന്റർവ്യൂ കൊടുത്തു, ദാണ്ടെ വരുന്ന ഓരോന്ന് പുറത്ത്. ഇനിയും ഉണ്ടാവും വരട്ടെ. അപ്പൊ പിന്നെ കൂടുതൽ മെഴുകുമല്ലോ. ഇനി അടുത്ത ചാനൽ കണ്ടുപിടിച്ച് വെച്ചോ, പോയി ഇന്റർവ്യൂവിന് ഇരുന്ന് മെഴുകണ്ടേ? ശരി എന്നാ.